സംഭവം നോമിനേഷൻ നമ്മുടെ കൺസെഷൻ റൂമിൽ ചെന്ന് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വിവരം പുറത്തറിയില്ല എന്നാണ് ആൾ വിചാരിച്ചത്. പക്ഷെ എല്ലാ ട്വിസ്റ്റോടും കൂടെ ആൾ അറിയുകയും ചെയ്തു. അങ്ങനെ ഭയങ്കര നാണം കെട്ട അവസ്ഥയിലായിരുന്നു ഷാനവാസ് കുറേ നേരം. പിന്നെ ആളോട് കുറേ നേരം തർക്കിക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ്. എന്തായാലും പറഞ്ഞ കാര്യം ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. എന്തായാലും കൈവിട്ട് പോയി, നാക്കിൽ നിന്നറിയാതെ വന്നു പോയി. എന്തായാലും ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് എന്തോ ഒരു സംഭവം ആൾക്ക് സംഭവിച്ചിട്ടാണ് ആൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പം ആളങ്ങ് ഷെയിമായിപ്പോയി. സംഭവം പുറത്തെങ്ങനെയോ അറിഞ്ഞു. ചിലപ്പോൾ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ആൾക്കും അറിയില്ല. ആളിങ്ങനെ ജിസേലിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ നോമിനേഷനിൽ പറഞ്ഞ കാര്യം എങ്ങനെയാണ് പുറത്ത് വന്നത്? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ജിസേലിനോട് ചോദിക്കുന്നു. അപ്പോൾ ജിസേൽ പറയുന്നില്ല, എടുത്ത് പറയുന്നില്ല ആരാണ് പറഞ്ഞതെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. ആൾ പറയുന്നു ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് ഞാൻ കേട്ടു, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്നാണ് ജിസേൽ പറയുന്നത്. പക്ഷെ അത് ഷാനവാസിന് ഇത്രയും വിശ്വസിക്കാൻ പറ്റിയില്ല. ആൾക്ക് ഭയങ്കരമായിട്ട് നാണക്കേടായി. അത് ജിസേൽ അറിയുകയും കൂടെ ചെയ്തപ്പം ആൾക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആയി കേട്ടോ. പിന്നെ ആൾ കുറേ നേരം ജിസേലിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പിന്നെയാണ് നമ്മുടെ മെയിൻ ടാസ്കിലോട്ട് പോയത്. അപ്പോൾ ഇന്നൊരു മെയിനായിട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പുകഞ്ഞ പുറത്ത് എന്നൊരു ടാസ്ക്കാണ് കേട്ടോ. ഈ ഒരു ടാസ്കിൽ 4 പേരാണ് ഉള്ളത്. അപ്പം 4 പേരെ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ കുറച്ച് വീക്കായിട്ട് നിൽക്കുന്ന 4 പേരെ വേണം സെലക്ട് ചെയ്യാൻ എന്നെന്തോആണ് അവിടെ പറഞ്ഞത്. അപ്പോൾ 4 പേര് വോട്ടിൻ്റെ ബേസിസിൽ, അതായത് മെജോറിറ്റി വോട്ടിൻ്റെ ബേസിസിലാണ് സെലക്ട് ചെയ്തത്. ഫസ്റ്റ് സെലക്ട് ചെയ്തത് ഷാനവാസിനെയാണ്, രണ്ടാമത് ഷൈത്യനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മൂന്നാമത് ജിസേലിനെ സെലക്ട് ചെയ്തു, ആൻഡ് നാലാമത് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു, റേനയും ബിൻസിയും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ബിൻസിനെയാണ് മെജോറിറ്റി സെലക്ട് ചെയ്തത്. അങ്ങനെ മൊത്തം 4 പേരെ ഒരു ടീമാക്കി. അപ്പോൾ അവർക്കൊരു ടാസ്ക് കൊടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഇവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ, അഥവാ ബോധമില്ലാതെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവരെ പൊക്കി, അതായത് ഒരാൾ നന്നായിട്ട് ഉറങ്ങുകയാണെങ്കിൽ ബാക്കിയുള്ള 3 പേർക്കും ചേർന്ന് ആ ഒരാളെ പുറത്താക്കാം. മനസ്സിലായോ? എവിക്റ്റ് ചെയ്യാം, നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തന്നെ എവിക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മുടെ ഷാനവാസാണ് ഉറങ്ങുന്നതെങ്കിൽ ഷാനവാസിനെ പൊക്കുക എന്ന് പറയുന്നത് ബിൻസി, ജിസേൽ ആൻഡ് ഷൈത്യയ്ക്ക് ഒരുമിച്ച് ചെയ്യാം, അയാളെ എവിക്റ്റ് ചെയ്യാം. അതേപോലെ വേറൊരാളാണ് ഉറങ്ങുന്നതെങ്കിൽ ആളെ എവിക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ടാസ്ക്, വല്ലാത്ത ഒരു ടാസ്ക്കാണ് ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ എന്തായാലും അറിയാൻ പറ്റത്തില്ല. മുൻപോട്ട് നമ്മൾ ലൈവ് കണ്ടാൽ മാത്രമേ, അതായത് ഇന്ന് എന്തായാലും ഒന്നും അറിയാൻ പറ്റില്ല. നൈറ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ചു, ഇല്ലെങ്കിൽ എന്തായാലും നമുക്ക് മോർണിംഗിൽ അറിയാൻ പറ്റും എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുമെന്ന്. എനിക്കൊരു ഒന്നും തോന്നുന്നില്ല. കാരണം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെയറപ്പ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഒരാളെ എവിക്റ്റ് ചെയ്ത് കളയാൻ ഇവർക്ക് അതിനുള്ള ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ജിസയിലും 4 പേരും ഒരേപോലെ നിൽക്കുന്ന ആൾക്കാരാണ്. അതിൽ ശൈത്യ, ബിൻസി എന്ന് പറയുന്നവർ കുറച്ച് വീക്കാണ്. വീക്ക് മീൻസ് അങ്ങനെ വീക്ക്, അവർ ശരീരം കൊണ്ടോ വേറൊന്നും കൊണ്ട് വീക്കെന്നല്ല, അവർ ആ ഒരു ഹൗസിനുള്ളിൽ ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബാക്കി 2 പേരും നല്ല ആക്റ്റീവ് ആയിട്ടുള്ളവരാണ്. അപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒന്നുകിൽ ബിൻസി അല്ലെങ്കിൽ ശൈത്യ, ഇവരിൽ 2 പേരും ആയിരിക്കും ചിലപ്പോൾ എവിക്റ്റ് ആവുക. അത് കഴിവ് പോലെ ആയിരിക്കും. ഉറങ്ങാതിരിക്കും തോറും അവരുടെ ലൈഫ് സ്പാൻ കൂടും. ഉറങ്ങിക്കഴിഞ്ഞാൽ പോയി. അതുകൊണ്ട് 4 പേരും മാക്സിമം ശ്രമിക്കുമായിരിക്കും ഉറങ്ങാതിരിക്കാൻ. എന്തായാലും ജിസേലിനെ എനിക്ക് പ്രതീക്ഷയില്ല. ജിസേൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്, ഒരു ഗെയിം സ്പിരിറ്റോടെ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ആൾ ഫേസ് ചെയ്യുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ തന്നെ ഷാനവാസിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ വേറൊരു വിമൻ കണ്ടസ്റ്റൻ്റ് ആണ്, നമ്മുടെ ബിഗ് ബോസിലെ ഒരു വിമൻ കണ്ടസ്റ്റൻ്റ് ആണ് ഈ ഒരു പ്രശ്നം നേരിട്ടതെങ്കിൽ, ഷോർട്ട് ഡ്രസ്സിൻ്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ വെച്ച് ഷാനവാസിനെ പൊരിച്ചടക്കിയേനെ. പക്ഷേ ജിസേൽ ആയതുകൊണ്ട് മാത്രമാണ് ഷാനവാസ് എസ്കേപ്പ് ആയത്. അല്ലെങ്കിൽ എന്തായാലും ആ ഒരു മൊമെൻറ്റിൽ ആൾ നന്നായിട്ട് തന്നെ പ്രതികരിച്ച് അവിടെ ഒരു ഫൈറ്റ്, വലിയൊരു ഫൈറ്റ് ഉണ്ടാവുമായിരുന്നു. പക്ഷെ ആൾ ജിസേൽ ആയതുകൊണ്ട് മാത്രമാണ് ഷാനവാസ് എസ്കേപ്പ് ആയത് കേട്ടോ. അല്ലെങ്കിൽ വലിയൊരു വിവാദം ഉണ്ടാവുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വല്ല കണ്ടസ്റ്റൻസോ അതിനു മുമ്പുള്ള ശോഭ, രനീഷ അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു എങ്കിൽ പറയേണ്ട ആവശ്യമില്ല, നന്നായിട്ട് കിട്ടിയേനെ, റോസ്റ്റ് ചെയ്ത് വിട്ടേനെ.
പക്ഷേ ഇയാളായതുകൊണ്ട് തന്നെ ഒന്നും വലുതായിട്ടൊന്നും പ്രതികരിച്ചില്ല. ആൾക്ക് അങ്ങനെ ഒരു ഡോണ്ട് കെയർ, നെവർ മൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. ജിസേൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളെ ഫസ്റ്റ് വന്നപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരാളല്ല ജിസേൽ. ഒരുപാട് പേരിപ്പം ഫാനായിട്ടുണ്ട്. കാരണം ഇത്രയൊക്കെ നെഗറ്റീവ് അല്ലെങ്കിൽ ആളുടെ ഡ്രസ്സിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പം എന്തായാലും ആരെങ്കിലും പ്രതികരിച്ച് പോകുന്ന ആ ഒരു മൊമെൻറ്റിൽ ആൾ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്താൽ അത് വലിയ സില്ലി കാര്യങ്ങൾക്കൊന്നും ആൾ പ്രതികരിക്കാറേ ഇല്ല. പിന്നെ അപ്പാനി ശരത്ത് അങ്ങോട്ട് പോയി പ്രതികരിച്ചപ്പോൾ തിരിച്ചും നന്നായിട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അവർക്കെതിരെ. അപ്പോൾ അത്രയും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ജിസേലിനെ ഔട്ടാക്കുമെന്നും എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം എന്താവും, എങ്ങനെയാവും, ടാസ്ക് എങ്ങനെയൊക്കെ പോവും എന്ന് നോക്കാം. എന്തായാലും ഇവർക്ക് 4 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പപ്പ് ചെയ്തിരിക്കുന്ന ഇവരെങ്ങനെ ഈ ടാസ്ക് നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് എന്തായാലും നോക്കാം, എത്രയേ പറയാനുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ